അല്ല, ശേഖരനോ? ശേഖരൻ ഇന്നലെ എസ്റ്റേറ്റിൽ നിന്ന് വരുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. അത്യാവശ്യമായി ഇൻകം ടാക്സ് ഓഫീസ് വരെ ഒന്ന് പോകേണ്ടി വന്നു. ചില കണക്കുകൾ ശരിയാക്കാനായി നാളെയും അവിടം വരെ പോകേണ്ടി വരും. അമ്മായി, ഈ വർഷം നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി ലാഭം കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷം. എല്ലാം ശേഖരൻ കുട്ടിയുടെ സാമർഥ്യം കൊണ്ടാ. ഇരിക്കൂ. താങ്ക് യു. സാറിന്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രം ഊണുണ്ടോ, ഉറക്കമുണ്ടോ? എല്ലാം ശേഖരൻ കുട്ടിയുടെ ചുമതലയിലല്ലേ എന്ന് കരുതി ശരീരം നോക്കാതെ ജോലി ചെയ്യരുത്. ഒരു വിവാഹം കഴിച്ചൂടെ എന്ന് ചോദിക്കുമ്പോഴെല്ലാം അത് ഇവിടെ വന്ന് ചോദിക്കണമെന്നാ സാറ് പറയുന്നത്. ഞാനും അക്കാര്യത്തെ കുറിച്ച് ആലോചിക്കാതില്ല. രതി വരട്ടെ, അവള് പഠിച്ചത് മതി. രതി വന്നാലുടനെ നിന്നെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാം. ശേഖരൻ കുട്ടിക്ക് വിരോധമില്ലെങ്കിൽ. അതെ അതെ, രതിക്കുഞ്ഞിനെ സാറിനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണം. Come on, hero. Give me. Give me. സതീഷ്, എപ്പോ നോക്കിയാലും നിനക്ക് കളി തന്നെ. പഠിക്കാനൊന്നുമില്ലേ? അതിനെ സ്കൂളിൽ ചേർത്തില്ലല്ലോ. എന്താ അവിടെ ബഹളം? ഓ, നിങ്ങളുടെ മകനെ കൊണ്ട് ഞാൻ തോറ്റു. എപ്പോ നോക്കിയാലും കളി തന്നെ. നിനക്ക് ആ പഴയ പുസ്തകങ്ങൾ എടുത്തു വെച്ച് പഠിച്ചൂടെ? അതെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞല്ലോ. ആഹാ, എന്നാ ഞാൻ ചോദിക്കുന്നതിന് ശരിയായ ഉത്തരം പറയാമോ? പറയാം. ഞാനും പറയാം. നമസ്കാരം സാർ. സതീഷിന്റെ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ, ഓഫീസിൽ വന്നില്ലേ? ഞാൻ വന്നത് സതീഷിന്റെ അമ്മയെ കാണാനാണ്. സതീഷിന്റെ സ്കൂൾ അഡ്മിഷൻ കാര്യം ശരിയായെന്ന് പറയാൻ വന്നതാണ്. അത് അദ്ദേഹത്തോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഞാൻ ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാണ്. ഇവിടെ എത്തിയപ്പോ ഇങ്ങോട്ടൊന്ന് കയറണമെന്ന് തോന്നി. ഒരു മോഹം. പണം ആവശ്യമുണ്ടെങ്കിൽ തരാം. എത്ര വേണമെങ്കിലും തരാം. എത്ര വേണമെന്ന് ഞാൻ അദ്ദേഹത്തോടും ചോദിക്കട്ടെ? ആരോട്? എന്റെ ഭർത്താവിനോട്. എത്രയായാലും ചങ്കിയൊരു പ്രശ്നമല്ലെന്ന് സാർ പറഞ്ഞെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാം. അത് വേണ്ട, രാഘവൻ ഇത് അറിയണ്ട. അറിഞ്ഞാൽ ഒന്നും വേണ്ടെന്ന് പറയും. സുശീലക്ക് വേണമെങ്കിൽ. മോനെ, ഇങ്ങ് വാ. ഞാൻ പിന്നെ വരാം. കാർ ലോക്ക് ചെയ്തിട്ടില്ല. ചെയ്യോ? ഞാനിന്ന് ബാങ്കിൽ പോയി വരുന്ന വഴി മിസ്റ്റർ രാഘവന്റെ വീട്ടിലൊന്ന് കയറി. മകന്റെ സ്കൂൾ അഡ്മിഷൻ കാര്യം ശരിയായെന്ന് ആദ്യം തന്നെ മിസ്സസിനോട് പറഞ്ഞേക്കാമെന്ന് വെച്ചാണ് അങ്ങോട്ട് കയറിയത്. പക്ഷേ മിസ്സസ് രാഘവൻ എന്നെ ഒന്ന് അകത്ത് കിടന്നിരിക്കാൻ പോലും പറഞ്ഞില്ല. ഒരു അന്യനെ പോലെയാണ് എന്നോട് പെരുമാറിയത്. സാറേ, അവളൊരു നാട്ടും പുറത്തുകാരി പെണ്ണ. അവക്ക് ഈ ഫോർമാലിറ്റീസ് ഒന്നും അറിഞ്ഞൂടാ. അവക്ക് വേണ്ടി ഞാൻ സാറിനോട് മാപ്പ് ചോദിക്കുന്നു. രാഘവൻ വിഷമിക്കരുത്. ഞാൻ അതൊന്നും അത്ര സീരിയസ് ആയി എടുത്തിട്ടില്ല. എനിക്ക് വീട്ടിൽ പോവാൻ സമയമായി. പോകാം. ഞാൻ പോകുന്നു. രാഘവൻ, അത്രക്കൊന്നുമില്ല, കുറച്ചുകൂടി. കമാൻ കമാൻ. മെല്ലെ മെല്ലെ.
മെല്ലെ. എന്താ ഇത്? പരിഭ്രമിക്കാനൊന്നുമില്ല, കുറച്ച് ജാസ്തിയായി പോയി. ഈ സാധു മനുഷ്യനെ എന്തിനെ നശിപ്പിക്കുന്നു സാർ? കുടിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞത്, രാഘവൻ ഇങ്ങനെ കുടിക്കരുത്, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇത് സഹിക്കാനാവില്ല. ആര് കേൾക്കാൻ? അവളാരാ എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞല്ലേ കുടിച്ചത്. കുറച്ച് വെള്ളം തലയിലൊഴിച്ചാൽ വേഗത്തിൽ സോബറാകും. ഒന്ന് കുളിപ്പിച്ചാൽ ഏറ്റവും നല്ലത്. മെല്ലെ മെല്ലെ. അയ്യോ, അത് ഞാൻ കുളിപ്പിച്ചോളാം. എനിക്കൊരു രഹസ്യം കേൾക്കണ്ട. നിങ്ങൾ പുറത്തു പോണം, ഇവിടെ നിൽക്കണ്ട. സുശീലേ, ഇനി എന്നെ കൊണ്ട് സഹിക്കാനാവില്ല. അങ്ങനെ പറയാം. സുശീലേ, സുശീലേ, അവിടെ നോക്കൂ. അച്ഛാ, 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 എന്നെ വിടാ. അയ്യോ, എനിക്കിന്ന് നാട്ടിലേക്ക് പോണം. നാട്ടിലേക്കോ? അതെ, എന്റെ വീട്ടിലേക്ക്. ഗോപിയെ വരാൻ പറഞ്ഞ് കമ്പി അടിച്ചിട്ടുണ്ട്. ഇത് തീരുമാനമാണോ? അതെ, നിങ്ങൾ ആദ്യം കുടിച്ചു വന്ന ദിവസം തന്നെ ഞാൻ തീരുമാനിച്ചതാണ്. ഇനിയും നിങ്ങൾ കുടിച്ചു വന്നാൽ
നിങ്ങളെ ശല്യപ്പെടുത്താതെ ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലതെന്ന്. ഇന്നലെയും നിങ്ങൾ കുടിച്ചു ബോധം നശിച്ച് ഒരു അന്യ പുരുഷനെയും കൊണ്ടല്ലേ അർദ്ധരാത്രിക്ക് വീട്ടിൽ കയറി വന്നത്. ശേഖർ സാർ നമുക്ക് അന്യനാണോ? പിന്നെ അയാളും എന്റെ ഭർത്താവാണോ? ഞാൻ അയാളുടെയും ഭാര്യയാണോ? സുശീലേ, ഇന്നലെ അയാൾ എന്നെ കയറി പിടിക്കാൻ വന്നു, എന്നെ ബലാത്കാരം ചെയ്യാൻ വന്നെന്ന്. നിങ്ങളെ വിളിച്ച് ഞാൻ കരഞ്ഞു. നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞില്ല. നമ്മുടെ പട്ടിയില്ലേ, അവനാണ് എന്നെ രക്ഷിച്ചത്. എന്റെ മനഃശുദ്ധി കൊണ്ടും ഭക്തി കൊണ്ടും മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇന്ന് വീണ്ടും നിങ്ങൾ മദ്യവെച്ച് നിങ്ങളുടെ ശേഖർ സാറിനെ കൂട്ടിക്കൊണ്ടു വന്നാൽ ഒരു പക്ഷെ എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചെന്ന് വരില്ല. വേണ്ട, ഇപ്പോൾ നിങ്ങൾ എങ്ങും പോണ്ട. നമുക്ക് ഈ ജോലി വേണ്ട. നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവാം.